ഇതാണ് നമ്മുടെ പുതിയ 3501 ചേതക്. ഇത് ടെക് പാക്ക് ഉള്ള ചേതക്കാണ്. ഇത് എൻ്റെ സ്വന്തം ചേതക്കാണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രീവിയസ് മോഡൽ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളതാണ്, പ്രീവിയസ് പ്രീമിയം മോഡൽ. അതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വരുന്ന മോഡലിന് ടച്ച് സ്ക്രീനും പല ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. പ്രീവിയസ് ചേതക്കും ഇതുമായിട്ട് ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്, പല അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ്, ഇത് സ്പോൺസേർഡ് ഒന്നുമല്ല. ഞാൻ ഈ സ്വന്തമായിട്ട് നമ്മൾ ഈ സ്കൂട്ടർ വാങ്ങിച്ചാണ്. പ്രീവിയസ് വണ്ടി ഉണ്ടായിരുന്നു, ഈ വണ്ടിയും ഉണ്ട്. ഇത് എൻ്റെ യൂസിനാണ്, മറ്റേ വണ്ടി എൻ്റെ ഫാദറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലോങ് ടേം ആയിട്ട് നമുക്കിതിൻ്റെ റിവ്യൂവും പറയാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറയാൻ പറ്റും. ഇത് വെച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും, ഈ സ്കൂട്ടർ നല്ലതാണോ, നിങ്ങൾക്ക് വേണ്ടി പെർഫെക്റ്റ് ആണോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണോ എന്ന് അറിയാൻ പറ്റും. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഈ സ്കൂട്ടർ സെലക്ട് ചെയ്ത റീസൺസ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്കൂട്ടർ എല്ലാം മെറ്റലാണ്. സോ ഈ പാർട്സ് ഇതെല്ലാം മെറ്റലാണ്. ഇത് നമുക്ക് പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഈ സെഗ്മെൻറ്റിലുള്ളതും ഈവൻ ഹയർ സെഗ്മെൻറ്റിലുള്ള എല്ലാം ഫൈബറാണ്, പക്ഷേ ഇത് മെറ്റലാണ്. ഇത് ഓടിക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ഒരു വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട്, ഇത് നല്ല ഹെവി വണ്ടിയാണ്, അതിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ആണ്, ഒരു പ്ലാന്റഡ് ഫീലിംഗ് ആണ്. വണ്ടി ഇങ്ങനെ പറന്നു പോവുക അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അതൊരു നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ വേറെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോളാണ്. നമുക്ക് പല ഇലക്ട്രിക് സ്കൂട്ടറിൽ നോക്കുവാണെങ്കിൽ വലിയ ചാർജറാണ് വരുന്നത്. ഇത് ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ ഈ ഫ്രണ്ട് ഡിക്കിക്കകത്ത് തന്നെ വെക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ഇത് മാത്രം കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെ ചാർജർ ആക്ച്വലി ഓൺ ബോർഡ് ഇവിടെ മൗണ്ടഡ് ആണ്. 950 വാട്ട്സിൻ്റെ ചാർജറാണ്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. ആ ചാർജർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഈ ഒരു കേബിൾ മാത്രം മതി. ഇതൊരു നോർമൽ കേബിളാണ്, നോർമൽ പ്ലഗ്, വലിയ പ്ലഗ് പോലുമല്ല. സോ ഈ പ്ലഗ് നമുക്ക് ഏത് വീട്ടിലും എവിടെ പോയാലും നമുക്ക് കിട്ടും. ഇതിൻ്റെ റേഞ്ചാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, റേഞ്ച് നമുക്ക് 130 കിലോമീറ്റേഴ്സ് ആക്ച്വൽ റിയൽ വേൾഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്ന 156 ഏതാണ്ടാണ്, പക്ഷേ ആക്ച്വലി നമുക്ക് 130 കിലോമീറ്റേഴ്സ് യൂസബിളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത്രയും കിട്ടുന്നുണ്ട്. പ്രീവിയസ്ലി ഒരു 90 to 100 ആയിരുന്നു പ്രീവിയസിൻ്റെ. അത് ഈ മോഡലിൽ നമുക്ക് ഒരു 130 കിലോമീറ്റർ ആക്ച്വൽ കിട്ടുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നതും ഒരു 3 മണിക്കൂർ ആ റേഞ്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എത്രയാണ് ബാറ്ററി യൂസ് ചെയ്തേക്കുന്ന അതിൻ്റെ മുകളിലാണ്. നിങ്ങൾ ഒരു തീരെ 10% ചാർജ് ചെയ്യുവാണെങ്കിൽ 3.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് എടുക്കും. 20% ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 3 മണിക്കൂർ ആ റേഞ്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ മറ്റൊരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കീ. ഈ നമ്മുടെ കാറിൻ്റെ കീ പോലെ ഒരു കീ ആണ്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചാൽ മതി. സ്കൂട്ടറി കീ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടർ ഇതുകൊണ്ട് ഓണായി വരുന്നു. ഇത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസിലി നമുക്ക് നമ്മുടെ ചാവി എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു ടെൻഷൻ വരുന്നില്ല. ഇത് പോക്കറ്റിൽ വെച്ചാൽ മതി. നമ്മുടെ കാറിൻ്റെ ഒക്കെ ഉള്ള പോലെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആ ഒരു സെയിം ഫീച്ചേഴ്സാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതൊത്തിരി നമുക്ക് കൺവീനിയൻ്റ് ആണ്. വേറെ ഏത് ഫീച്ചറിനെക്കാട്ടിലും ഈ ഒരു ഫീച്ചറാണ് കൺവീനിയൻസ്. കാരണം നമുക്ക് ചാവി എവിടെ മറന്നുപോയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ പോക്കറ്റ് ചാവി വെച്ചു, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്ന സമയത്ത് ഈ വണ്ടി റെഡിയാണ്. നമ്മൾ അടുത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതാണ്. ഈ ചാവി വെച്ച് തന്നെയാണ് നമ്മൾ, ചാവി അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡിക്കീസും ഇതെല്ലാം തുറക്കത്തുള്ളൂ. സോ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ ഡിക്കി കാണിക്കാം. ഈ സ്വിച്ച് ഗിയറും ഇതെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്, അതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നിൽക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇതാ ഇതിൻ്റെ ഡിക്കി. ഈ ഗ്ലോ ബോക്സിൻ്റെ അകത്ത് തന്നെ ഈ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ചാർജർ വയ്ക്കാൻ പറ്റും. ഇപ്പം ഞാൻ അവിടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലോ ബോക്സ് ഈ ഏരിയയിൽ തന്നെ നമുക്ക് ചാർജർ വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഫോൺ ചാർജറും ഉണ്ട്. പിന്നെ ഈ ഫോൺ നമുക്ക് ഇവിടെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും. ഇത് ഈ സ്ട്രാപ്പ് വെച്ച് അടിച്ചിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഈ ഫോൺ നമുക്ക് നല്ലതായിട്ട് സേഫായിട്ട്, ഇതൊരു സോഫ്റ്റ് പാഡിംഗ് ആണ്. സോ നിങ്ങളുടെ ഫോണൊന്നും ഡാമേജ് ആകത്തില്ല നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ. അടുത്തായിട്ട് കാണിക്കേണ്ട ഇതിൻ്റെ ബൂട്ടാണ്. സോ ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നമ്മളിപ്പം കാണിക്കാം. ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജും കൂടിയിട്ടുണ്ട് പ്രീവിയസ് മോഡലിനെക്കാട്ടിലും. ഇത് നോക്കിക്കേ, ഒത്തരം ഡീപ്പാണ്. ഒരു വലിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് ഇരിക്കും. ഇത് ടോട്ടൽ 35 ലിറ്റേഴ്സ് ഓഫ് യൂസബിൾ സ്പേസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ലൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ വലിയൊരു റെയിൻകോട്ടും ഇത്തരം കാര്യങ്ങൾ ഇട്ടിട്ടും ഇത് ഇഷ്ടം പോലെ സ്പേസ് കിടക്കുക. ഇതാണ് ഈ വണ്ടിയുടെ ചാർജർ, ചാർജിങ് പോർട്ട് ഇതാണ്.
ഈ ചാർജിങ് പോർട്ട് നേരെ നമ്മുടെ ചാർജർ ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. ഇതിന് വേറെ ഒരു ബെനിഫിറ്റും കൂടെ വന്നിട്ടുണ്ട്. പ്രീവിയസ് വണ്ടിക്ക് ഇതില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ചാർജർ കണക്ട് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. കാരണം കേബിൾ ഇതിൽ കൂടെ പോകും. അതിനുള്ള ഒരു സ്ലോട്ട് തന്നിട്ടുണ്ട്. സോ അതുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുമ്പോഴത്തേന് ആരും ആ ചാർജറും എടുത്തുകൊണ്ട് പോകത്തില്ല. നമ്മുടെ ഡിക്കിക്കകത്തുനിന്ന് ഒന്നും കൊണ്ടുപോകാനായിട്ടോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് സീറ്റും നിങ്ങളുടെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. പ്രീവിയസ് വണ്ടിക്ക് ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. പ്രീവിയസ് വണ്ടിക്ക് ഇത്രയും ലെങ്ത്ത് ഇല്ലായിരുന്നു. സോ ഈ സീറ്റിൻ്റെ ലെങ്ത്ത് കൂടിയതുകൊണ്ട് നിങ്ങൾ പില്ലിയനുമായിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ടെക് പാക്കിൻ്റെ ഫീച്ചേഴ്സ് ഞങ്ങൾ പെട്ടെന്ന് കാണിക്കാം. സോ ഇതെല്ലാം ടച്ച് സ്ക്രീനാണ് ഇപ്പം. സോ നമുക്ക് നിൽക്കുമ്പോഴത്തേന് ഈ വാർണിംഗ് ഞാനൊന്ന് കളയട്ടെ. ഇതെല്ലാം ടച്ച് സ്ക്രീനാണ് ഇപ്പം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോക്യുമെൻറ്റ് സ്റ്റോർ ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. ഇപ്പം ടെക് പാക്കിൻ്റെ ഈ ഡിസ്പ്ലേ മാറ്റാം, ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും ഇതെല്ലാം ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്, തീം മാറ്റാം. ഇതെല്ലാം ടെക് പാക്ക് വെച്ച് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ടച്ച് സ്ക്രീനിൻ്റെ അകത്ത് ഫുൾ ഓപ്പറേഷനാണ്. ഈ ടച്ച് സ്ക്രീൻ അല്ലാതെ നിങ്ങൾ ഓടിക്കുമ്പോഴത്തെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് രണ്ട് സൈഡിലുള്ള ടോഗിൾസ് ചെയ്യുന്നതാണ്. നമ്മൾ സെലക്റ്റും എൻട്രും എല്ലാം ഇതേ തന്നെയുണ്ട്. സോ ഓടിക്കുമ്പോഴത്തേന് ടച്ച് സ്ക്രീൻ അങ്ങനെ പോയി കുത്തേണ്ട ആവശ്യമില്ല, ഇതേന്ന് തന്നെ യൂസ് ചെയ്യാം. ഈ വണ്ടിയുടെ നമുക്ക് മോഡ്സ് നമുക്ക് പെട്ടെന്നൊന്ന് കാണിക്കാം. സോ ഇത് നമ്മുടെ സ്റ്റാൻഡ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ മോഡ് മാറത്തില്ല. ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചറാണ്. സോ നിങ്ങൾ എവിടെയെല്ലാം പോകണമെങ്കിൽ വണ്ടി ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ഡ്രൈവ് നെക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ടോ ഡ്രൈവ് മോഡായി. ഇപ്പം വണ്ടി അനങ്ങിക്കോളും. പക്ഷേ ഞാനിപ്പം ഈ സ്റ്റാൻഡ് ജസ്റ്റ് താഴോട്ടിടുക. സോ സൈഡ് സ്റ്റാൻഡ് താഴോട്ടിട്ടു, വണ്ടി ന്യൂട്രലായി. ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തെറ്റിയിട്ടൊന്നും വണ്ടി അനങ്ങാൻ പോകുന്നില്ല. ഡ്രൈവ് മോഡ് ഇട്ടു. ഇതാണ് ഇതിൻ്റെ നോർമൽ ഡ്രൈവ് മോഡ്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് സ്പോർട്സ് മോഡുണ്ട്. സോ സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേന് ഇതുണ്ടോ ഫുൾ ഇത് മാറി. അത് തന്നെയല്ല ഭയങ്കര സ്പീഡാണ്, ഭയങ്കര പവറാണ്. ഇതൊരു 20 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ഇതിനുള്ളത്. അത് വലിയ വലിയ ബൈക്സിൻ്റെ അത്രയും ടോർക്ക് ഇതിൻ്റെ അകത്തുണ്ട്. സോ ഇതെല്ലാമാണ് ഫീച്ചേഴ്സ് ഈ വണ്ടിയുടെ ഓണർഷിപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഈ ഫീച്ചേഴ്സ് നമുക്ക് ഇത്രയും നല്ലൊരു പ്രൈസിലും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നു. സോ നിങ്ങൾക്കൊരു പ്രീമിയം സ്കൂട്ടർ, നല്ല ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു മാർക്കറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്കൂട്ടറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. പിന്നെ ബജാജിൻ്റെ സർവീസ് നമുക്കറിയാവുന്നതാണ്, ബജാജിൻ്റെ കമ്പനിയുടെ സപ്പോർട്ട് നമുക്കറിയാവുന്നതാണ്. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേന് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓലയും ഇതിൻ്റെയൊക്കെ നമ്മൾ ഒത്തിരി ഹൊറർ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്ത് ഇതുവരെ കേട്ടിട്ടില്ല. പ്രീവിയസ് ആയിട്ടുള്ള പ്രീമിയം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇത്ര നാൾ, അതെൻ്റെ ഫാദർ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തിട്ടുള്ള, അതിൻ്റെ അകത്ത് ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സെയിം വണ്ടി അടുത്ത മോഡൽ ഞങ്ങൾ എടുത്തത്. എന്തേലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ടച്ച് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ ഇടുക, ഞാൻ അത് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.